Hello friends, welcome back to our channel. ഇന്ന് നമുക്കൊരു എംബ്രോയിഡറി ഡിസൈൻ നോക്കാം. ജർദോസിയും ത്രെഡും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലെ ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഇത് നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടും ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ബ്ലൗസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നേവി ബ്ലൂ കളറിലുള്ള ആങ്കർ ത്രെഡാണ്. ഇനി ക്ലോത്തിൽ ഇതുപോലൊരു സ്ക്വയർ വരച്ചെടുക്കണം. ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മീഡിയം സൈസ് നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു നേവി ബ്ലൂ കളർ ത്രെഡ് കൊണ്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമുക്കിതുപോലെ ഫ്രഞ്ച് നോട്ട് കൊണ്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സ്ക്വയർ കംപ്ലീറ്റ് ഞാൻ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് റെഡ് കളറിലുള്ള ത്രെഡോ നമുക്ക് ആ ഒരു ക്ലോത്തിന് മാച്ച് ആകുന്ന ഒരു കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 4 ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ്. ഇത് ഷുഗർ ബീഡ്സ് അല്ല കേട്ടോ, അതിനെക്കാട്ടിൽ ഒന്നും കൂടി വലിപ്പം കൂടിയിട്ടുള്ള ടൈപ്പ് ബീഡ്സാണ്. ഇത് നമുക്ക് ഈ ഒരു സ്ക്വയറിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ സ്ക്വയറിൻ്റെ ചുറ്റുമായിട്ട് നമുക്കൊരു ബോർഡർ ലൈൻ പോലെ ഈ ഒരു ബീഡ്സ് കൊണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 സൈഡും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ജർദോസിയാണ് ഇനി വേണ്ടത്. ജർദോസി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് നീളം കൂടുതലുള്ള ആ ഒരു നമ്മുടെ സ്ക്വയറിൻ്റെ ആ ഒരു വശം എത്രയാണ് നീളം വരുന്നത് ആ നീളത്തിനനുസരിച്ച് ഇതുപോലെ ജർദോസി കൊണ്ടും നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. 4 സൈഡിലും നമുക്ക് ലൈൻ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജർദോസി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ പീസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ നീളത്തിൽ വെച്ചിട്ടുള്ള വലിയ ജർദോസിയുടെ മേലെ ഇതുപോലെ നമുക്ക് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്യാപ്പില്ലാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ താഴെ വെച്ചിട്ടുള്ള ആ വലിയ ജർദോസി കാണാൻ പാടില്ല.
അത്രയും അടുപ്പിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇത് ഒരു ബ്ലൗസിൽ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇങ്ങനെ നമുക്ക് ചുരിദാറിൽ ഓൾ ഓവർ ഡിസൈനായിട്ടും നമുക്ക് നെക്കിന് താഴെയായിട്ടും നമുക്ക് സ്ലീവിൽ അതുപോലെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ താഴെ ഭാഗത്തൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്